പിന്നെ ആ പെണ്ണുമായിട്ട് കൂടുതൽ അടുക്കണ്ടെന്ന് നിന്റെ ഭാര്യയോടൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. അള്ളി പിടിച്ചാൽ പിടി വിടുന്ന സൈസൊന്നും അല്ല അത്. വിനാശകാലെ വിപരീത ബുദ്ധി എന്നാണല്ലോ ചൊല്ല്. ആ കൊച്ചും കൂടെ വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം യാതൊരു മനസ്സമാധാനം ഉണ്ടായിട്ടില്ല. എന്തൊക്കെ ദുസ്വപ്നങ്ങളാ കാണുന്നതെന്ന് അറിയാമോ? ഒന്നുമില്ല, ഒരു ചെറിയ ആക്സിഡന്റ് അത്രേ ഉള്ളൂ. ചെറുതൊന്നും അല്ല, വലിയ ആക്സിഡന്റാ. ഒരു തലതാരഴയ്ക്ക് അത് രക്ഷപ്പെട്ടു. ആരുടെ പ്രാർത്ഥനയുടെ ഫലമെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ രണ്ടുപേരും താലി അറുത്ത് വെള്ളവസ്ത്രം എടുത്ത് ഇവിടെ പറയാതിരിക്കണം. ആ ജോത്സ്യം പറഞ്ഞത് കറക്റ്റ് ആയിരിക്കണം. അധികം സംസാരിക്കാൻ നിൽക്കണ്ട, പോയി വിശ്രമിക്കേ. എന്താ ഇത്? ഒരു ചെറിയ മുറിവേ ഉള്ളൂ. ശ്രീകരം, ഈ 7-ാം കരിന്തലയുടെ കാല് ഇവിടെ കുത്തി അന്ന് തുടങ്ങിയതാ എന്റെ കുടുംബത്തിന്റെ നാശം. നശിച്ചത് ആരെങ്കിലും പോയി ഇരിക്കുന്നേ. ഇങ്ങോട്ടിറങ്ങ്. മിണ്ടരുത്, കിടന്ന് ഒച്ച വെച്ച നല്ല ചുട്ടടി കിട്ടും. ഇതാ ഞാൻ പറഞ്ഞ കുട്ടി. കുട്ടി വരും. ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. ഇങ്ങോട്ട് വരും. അപ്പോ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കൊച്ചിനെ കാര്യമായി ശ്രദ്ധിച്ചോണേ. പിന്നെ പത്രക്കാരൻ ഞാൻ വന്നാ ഒന്ന് മാറ്റി നിർത്തി. അതെന്താ? വേറൊന്നുമല്ല, ചില ഫാമിലി പ്രോബ്ലംസ്. വിജയ ആ കൂട്. ആയിക്കോട്ടെ. ഇത് തൽക്കാലം ഒരു ഡൊണേഷൻ. ഇനി എന്തെങ്കിലും ആവശ്യം വന്ന് ചോദിക്കാൻ പഠിക്കണ്ട. ശരി, ഇറങ്ങട്ടെ. നിനക്ക് ജീവി കേട്ടൂടെ? ചെന്ന് തോട്ടം നിനക്ക്. അല്ലേലും നിനക്കൊരു എല്ല് കൂടില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ വിട്ടാ പറ്റില്ല. എന്താ? ഞങ്ങൾ തോറ്റിട്ടൊന്നുമില്ല, മനഃപൂർവ്വം മാറിക്കുന്നതാ. അത് സാരമില്ല,
പിന്നെ ദേ അവിടെ ചെന്ന് എന്താ നടക്കുന്നത് നോക്കേ. എന്താ കാണണമെങ്കിൽ ചെന്ന് നോക്ക്. വാടാ. പഴം കഴിക്കാത്ത അമ്മു 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 ഇന്ന് രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. അതിന് ഈ പഴം അവൾക്ക് കൊടുക്കാൻ അത്ര വലിയ സ്നേഹമൊന്നും വേണ്ട. മര്യാദയ്ക്ക് നിനക്ക് കെട്ടിന് കഴിച്ച് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇനി മേലിൽ ഇത്രയും പുറത്തുകെട്ട പണി കാണിക്കൂ. കാണിക്കൂന്ന് എന്നെ താഴ്ത്തിറങ്ങ. ഇരിക്കണ്ട, ഇന്ന് നിനക്ക് അത്താഴമില്ല. പോയി കിടന്നു. ഒന്നും കാണുന്നില്ലല്ലോ. പൂച്ചയും മറ്റായിരിക്കും. സിസ്റ്റർ അമ്മൂനെ കാണാനില്ല. ആ ഡൈനിങ് ഹാളിലെങ്ങാനും കാണും. അവിടെ ഒന്നുമില്ല. പിന്നീട് പോയി സിസ്റ്റർ പുറകുവശത്തേക്കൊന്ന് പോയി നോക്ക്. താഴേക്ക് നോക്കിയോ? ആ നോക്കി. സിസ്റ്റർ അമ്മൂനെ കാണാനില്ല. കാണാതെ എവിടെ പോവാൻ? നിങ്ങൾ എന്ന് നോക്ക്, അവിടെ എവിടെയെങ്കിലും കാണും. ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു സിസ്റ്റർ, എവിടെയും കാണുന്നില്ല. ആരാ? എന്താ? വിജയകുമാർ സാറ്. വിജയ, വിജയ. എന്താ എന്താ മിത്രൻ? അമ്മൂനെ കാണുന്നില്ല. ഇന്നലെ ഞാൻ ചെറുതായിട്ടൊന്ന് ശാസിച്ചു. രാവിലെ നോക്കിയപ്പോ എങ്ങും കാണുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു രൂപമില്ല. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അതങ്ങനെ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്ന സൈസല്ല. പോണെങ്കിൽ പോട്ടെ, എവിടെയെങ്കിലും പോയി കിട്ടിയാൽ അതോടെ സർവ്വ പ്രശ്നം തീരുമല്ലോ. അച്ഛനൊന്നും മിണ്ടാതിരിക്കാമോ? മേറ്റം പൊയ്ക്കോളൂ, ഞാൻ ഉടനെ വരാം.
കാര്യത്തിലൊന്നും ഇപ്പൊ ഇവരെ അറിയിക്കണ്ട. ആദ്യം അവൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കൊന്ന് കറങ്ങി നോക്കാം. കാരണം ഏതെങ്കിലും രീതിയിൽ പത്രക്കാരെങ്ങനെ അറിഞ്ഞാൽ ആകെ വഷളാവും. ഒരെണ്ണം ചെടി. നമ്മുടെ വീട് എങ്ങനെയൊന്നും കണ്ടുപിടിച്ചു? ആദ്യം കൊറേ നടന്നു വന്നപ്പോ വക്കീൽ അങ്കിളിന്റെ ഓഫീസ് കണ്ടു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഒരൊറ്റ ഓട്ട. ആരാടി നിന്നെ എവിടെ കൊണ്ടുവിട്ടെ? അമ്മൂനെ അവര് ഏതോ അനാഥാലയത്തിലാക്കിയതായിരുന്നു. അവൾ അവിടുന്ന് ഓടി വന്നതാ. എന്തായാലും ഇവിടെ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. എത്ര കഷ്ടപ്പെട്ട ഈ കേസൊന്ന് ഒതുക്കി തീർത്താൻ എനിക്ക് ദൈവം കർത്താവിന് മാത്രമേ അറിയാവൂ. എങ്ങനെ കഷ്ടപ്പെടുത്താനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അമ്മൂനെ കൊടുക്കില്ലായിരുന്നു. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇവിടെ നിന്നോട്ടെ. ഇല്ലേ സണ്ണിച്ചായ? ഇല്ലേ സണ്ണിച്ചായ? നീ എന്റെ സമനില പരീക്ഷിക്കരുത്. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നീ ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. ഉടനെ പൊക്കോണം. ഇല്ല, ഞാനിനി എങ്ങോട്ട് പോവില്ല. അവിടെ നിൽക്കാൻ. എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. എന്റെ മോളെ, എന്താ സർക്കസ് കൂടാരത്തിലേക്ക് വാലി പടക്കം കെട്ടി പട്ടിയെ പറഞ്ഞു വിട്ട പോലെ ഇവിടെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ അതിന്റെ ക്ലൈമാക്സ് ആണ് എടുത്തിയാണോ നിങ്ങൾ? എങ്ങോട്ട് പോയി ഒരു രൂപമില്ലാതെ ആകെ വിഷമിച്ചിരിക്കായിരുന്നു ഞങ്ങൾ. ഇപ്പൊ ഒരു ഊഹം വെച്ചാണ് ഇങ്ങോട്ട് കയറിയത്. അല്ലാതെ മതി ഇനി തുടരരുത്. വകുപ്പിന്റെ വകുപ്പ് മനസ്സിലാക്കി എനിക്ക് ഇനിയും കോടതി കയറി ഇറങ്ങേണ്ടി വരും. എന്താ കൊണ്ടുപോയിക്കോളൂ. അകത്ത് വയ്ക്കണം. ഈ സാധനം നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. പ്രത്യേകം സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ അപകടവും. രാജേന്ദ്ര അമ്മൂനെ കാണുന്നില്ല. എവിടെ പോയി? മോളെ, പാവം കുട്ടി. സോറി, ഇനി ഈ കുട്ടി ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. അല്ല മേട്ടൻ, അത് നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. ക്ഷമിക്കണം, ബുദ്ധിമുട്ടാണ്. കുറച്ചു നാളത്തെ കൂടി എങ്ങനെയെങ്കിലും അത്തരത്തിലുള്ളൊരു വല്ലാത്ത അവസ്ഥയിലായതുകൊണ്ടാ. നിങ്ങളുടെ അവസ്ഥ നോക്കി ഞാൻ ഈ കുട്ടി എവിടെ എടുത്താലേ ഞങ്ങളുടെ അവസ്ഥ മോശമാകും. അതുകൊണ്ട് നിർബന്ധിക്കണ്ട, പറ്റില്ല. മാറ്ററിന് അധികം സംസാരിക്കണ്ട. ഇതല്ലാതെ വേറെ വല്ല മാർഗം ഉണ്ടെന്ന് ഞങ്ങൾ നോക്കട്ടെ. ഓ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തായാലും കുഞ്ഞിനെ ഇവിടെ നിർത്താൻ എനിക്ക് പറ്റില്ല. ഐ ആം സോറി. മറ്റൊരു വഴിയും മുന്നിൽ കാണാത്തതുകൊണ്ടാണ് ഡോക്ടർ. നിങ്ങൾക്ക് കുഞ്ഞിനെ വീട്ടിൽ താമസിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, ഈ വിജയകുമാറിന്റെ അച്ഛനും അമ്മയും ഉറച്ച അന്ധവിശ്വാസികളാ. കുഞ്ഞവിടെ താമസിച്ചാൽ ആ കുടുംബത്തിലൊരു മരണം സംഭവിക്കുമെന്ന് അവർ പറയുന്നത്. എത്ര ശ്രമിച്ചിട്ടും അവരെ തിരുത്താൻ പറ്റണില്ല. അച്ഛനും അമ്മയും ആയിപ്പോയില്ലേ ഡോക്ടർ? എനിക്കവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? അമ്മുവിനെ ഇവിടെ നിർത്തുന്നതിലോ അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. എങ്കിലും മറ്റാരേക്കാളും അമ്മുവിന്റെ അവസ്ഥ ഡോക്ടർക്ക് മനസ്സിലാവുമല്ലോ.
രണ്ടമ്മയും ഒരച്ഛനും ഉണ്ടായിരുന്നിട്ടും വാത്സല്യം കിട്ടേണ്ട ഈ പ്രായത്തിൽ അനാഥയായി കഴിയേണ്ടി വരുന്ന ഈ കുഞ്ഞിന്റെ ഭാവിയെ ഓർത്ത് ഡോക്ടറിനെ സമ്മതിക്കണം പ്ലീസ്. ഓക്കെ, തൽക്കാലം അവൾ ഇവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പ്രായത്തിലുള്ള കുഞ്ഞ് അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടി വളരണം, അത് മറക്കണ്ട. അതുകൊണ്ട് എത്രയും വേഗം അവളെ കൂട്ടിക്കൊണ്ടു പോകണം. തീർച്ചയായും തീർച്ചയായും ഞങ്ങളത് ചെയ്യും ഡോക്ടർ. അമ്മ കുറച്ച് ദിവസം ഈ അങ്കിളിന്റെ കൂടെ ഇവിടെ താമസിക്കും. മുത്തച്ഛന്റെ മുത്തശ്ശിയുടെ ഒക്കെ പിണക്കം തീർത്തിട്ട് മോളെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. വരട്ടെ മോളെ. എന്താ ഇതിന്റെയൊക്കെ ഉദ്ദേശം? നമ്മളും മനുഷ്യരാണെന്ന് നമ്മളെ തന്നെ ഇടയ്ക്കൊക്കെ ഓർമ്മിപ്പിക്കാൻ ഇത്തരം പ്രവൃത്തികൾ സഹായിക്കും. അമ്മു കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ. ഇത്രയൊക്കെ അനുഭവിക്കാൻ അമ്മ എന്ത് തെറ്റാ ചെയ്തത്? ഒന്നും അറിയാത്ത ആ കുഞ്ഞിനെ വേദനിപ്പിച്ചാൽ ഈശ്വരൻ നമുക്ക് മാപ്പ് തരില്ല വിജയേട്ടാ. ഈ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അച്ഛന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ? അതിന് സ്വന്തം മകളായി അമ്മൂന് മതിയെന്ന് നമ്മൾ തീരുമാനിച്ചാൽ ധൈര്യപൂർവ്വം വിജയേട്ടൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നൂടെ? സങ്കല്പിച്ചതുകൊണ്ട് മാത്രം അമ്മ നമ്മുടെ കുഞ്ഞാവില്ലല്ലോ. കുറച്ചു ദിവസം അമ്മൂനോടൊപ്പം കഴിഞ്ഞ വിജയേട്ടൻ അതൊക്കെ മറക്കും, എനിക്ക് ഉറപ്പാ. ശശിയിലെ എന്റെ സങ്കല്പങ്ങൾ മുഴുവൻ നമുക്കുണ്ടാകാൻ പോകുന്ന നമ്മുടെ സ്വന്തം കുഞ്ഞിനെ കുറിച്ചായിരുന്നു. അതൊക്കെ വെറുതെ ആയല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്കെന്തോ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എനിക്കൊന്നും അറിയില്ല. എന്തായാലും നാളെ വിജയേട്ടൻ അവളെ ഒന്ന് പോയി കാണണം. അവൾക്ക് ഇഷ്ടപ്പെട്ട ഈ കുഞ്ഞു കാറും അവൾക്ക് വാങ്ങിയ ഉടുപ്പുകളും കൊണ്ടുപോയി കൊടുക്കണം. കൊടുക്കാം. നീ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്ക്. അമ്മേ, ഞാനെന്റെ മുത്തുമണിക്കാരെ എടുക്കാൻ വന്നതാ. അമ്മോ, എന്താ? ഒന്നുമില്ല. ഞാൻ നാളെ തന്നെ അവളെ പോയി കാണാം. ഇട്ടു. ഇനി എന്താ ചെയ്യണ്ടേ? ആ സർവ് പാക്കറ്റിൽ നിന്ന് 3 സ്പൂൺ പൊടിയെടുത്ത് അതിലിട. 1, 2, 3. ഇട്ടു. ആ അടപ്പടച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യും. कोई बात है, किसी को प्यार दे दे, किसी का
ഒരു പൊടി പോലും തറയിലുണ്ടാവരുത്, നല്ല മീന മിനാന്നാവണം. അല്ല, ഇതാരും മിസ്സസ് ചാക്കോയോ? എന്താ പതിവില്ലാതെ? നമ്മുടെ മാധുരിയുടെ വെഡിങ് കാസ്റ്റ് ഇവിടെ ഉണ്ടെന്ന് എന്നോട് ലൈല പറഞ്ഞു. അതൊന്ന് വേണം. ആ, ഉണ്ട്. കല്യാണത്തിനെടുത്ത സാരി അസലായിരിക്കുന്നു കേട്ടോ. ഇതേതാ ഈ കുട്ടി? എവിടെ വെച്ച് കണ്ട നല്ല മുഖപരിചയം. ആരുമില്ലാത്ത കുട്ടിയാ. ഞാൻ അവൾക്ക് ജോലികളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഇവിടെ നിർത്താൻ പറ്റുമെന്ന് നോക്കിയാ. സംഗതിയൊക്കെ കൊള്ളാം. ഇവറ്റകളെ സൂക്ഷിക്കണം. കള്ള ജാതികളാ. എപ്പോഴാ കൈ കിട്ടുന്നിടത്ത് മുങ്ങാന്ന് പറയാൻ പറ്റില്ല. ആ പിന്നെ നാളെ ക്ലബിന്റെ ഫംഗ്ഷൻ ഡോക്ടറെ കൂടി മറക്കാതെ കൊണ്ടുവരണേ. രാജേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറിന് സമയം ഉണ്ടാവില്ല, എങ്കിലും പറഞ്ഞു നോക്കാം. അതൊന്നും പറഞ്ഞാ പറ്റില്ല. രണ്ടുപേരും വന്നേ പറ്റൂ. നോക്കട്ടെ, ഞാൻ നേരത്തെ എത്തിക്കൊള്ളാം. എന്നാ വരട്ടെ. ശരി. എന്താ എന്താ